നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കാനും സ്ത്രീ സമത്വം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് സർക്കാരും ഇടതുമുന്നണിയും സാമുദായിക സംഘടനകളും ചേർന്ന് സംഘടിപ്പിച്ച വനിതാ മതിലും അതിന് പിന്നാലെ വന്ന ഹർത്താലും സർക്കാരിന് വരുത്തിവെച്ചത് 168 കോടി രൂപയുടെ നഷ്ടം. സർക്കാർ ജീവനക്കാർക്കായി ഒരു ദിവസം 84 കോടി രൂപ എന്ന കണക്കിൽ ഒരു മാസം ശമ്പള ഇനത്തിൽ ചെലവിടുന്നത് 2520 കോടി രൂപയാണ്. വനിതാ മതിലിൽ പങ്കെടുക്കാൻ കടുത്ത സമ്മർദ്ദമുണ്ടായിരുന്നതിനാൽ സർക്കാർ ഉദ്യോഗസ്ഥർ രാവിലെ തന്നെ ഓഫീസുകളിൽ എത്തി ഒപ്പിട്ട് കൂട്ടത്തോടെ തിരിച്ചു പോയതോടെ സംസ്ഥാനത്തെ മിക്കവാറും സർക്കാർ ഓഫീസുകൾ പ്രവർത്തനരഹിതമായിരുന്നു. അന്നത്തെ ദിവസം ജോലി ചെയ്തിട്ടില്ലെങ്കിലും ഒപ്പിട്ട് മടങ്ങിയതിനാൽ ശമ്പളം കൃത്യമായി ജീവനക്കാർക്ക് ലഭിക്കും. എന്നാൽ സാധാരണക്കാർക്ക് സർക്കാർ ഓഫീസുകളിൽ നിന്ന് കിട്ടേണ്ട സേവനം മാത്രം കിട്ടിയില്ലെന്ന് മാത്രം. ഹർത്താലിന്റെ ദുരിതം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് വ്യാപാര മേഖലയാണ്. ഹർത്താൽ ദിനത്തിലും ഓഫീസിലെത്താൻ കഴിയാത്തതിനാൽ ജീവനക്കാർക്ക് ശമ്പളം കിട്ടും. എന്നാൽ വ്യാപാര മേഖലയുടെ നഷ്ടം മാത്രമാണ്. ജനുവരി 8-നും 9-നും നടക്കുന്ന പണിമുടക്കിനും ഇത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. ഹർത്താലും പണിമുടക്കും വ്യാപാര മേഖലയെ നിശ്ചലമാക്കുന്നുവെന്നതിനാൽ സർക്കാരിന്റെ നികുതി വരുമാനവും ഗണ്യമായി കുറയും. ഈ വർഷം നികുതി വരുമാനം 46,795 കോടിയാണ് ലക്ഷ്യമെങ്കിലും നികുതി നഷ്ടം ഒറ്റ ദിവസത്തേക്ക് 128 കോടി രൂപയാണ്. വനിതാ മതിലിന് ഖജനാവിൽ നിന്ന് പണം ചെലവാക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ധനമന്ത്രിയും വ്യക്തമാക്കിയിരുന്നു. നീക്കിവെച്ച 50 കോടി സർക്കാർ പദ്ധതികൾക്കെന്നും അതിൽ നിന്നും 1 രൂപ പോലും എടുക്കില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ വനിതാ മതിലിന് സർക്കാർ പണം ചിലവിടില്ലെന്ന് മന്ത്രി തോമസ് ഐസക് പറഞ്ഞു. ബജറ്റ് തുക ചിലവാക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സർക്കാർ സത്യവാങ്മൂലം തെറ്റിദ്ധരിക്കപ്പെട്ടു. വനിതാ സംഘടനകൾ സ്വന്തം നിലയിൽ പണം സമാഹരിക്കുമെന്നും അതിന് അവർ പ്രാപ്തരാണെന്നും ആയിരുന്നു തോമസ് ഐസക്കിന്റെ പ്രതികരണം. LDFന്റെ തിരഞ്ഞെടുപ്പിന്റെ പ്രകടന പത്രികയിലും ഗവർണറുടെ നയപ്രഖ്യാപനത്തിലും 2018 ബജറ്റ് പ്രസംഗത്തിലും സ്ത്രീ ശാക്തീകരണത്തിനും ലിംഗസമത്വത്തിനും സ്ത്രീകളുടെ സുരക്ഷയ്ക്കും സർക്കാർ മുന്തിയ പരിഗണന നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഈ പ്രഖ്യാപിത നയത്തിന്റെ ഭാഗമായാണ് വനിതാ മതിൽ സംഘടിപ്പിക്കുന്നതെന്ന് വിശദീകരിക്കുകയാണ് സർക്കാർ ചെയ്തതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിരുന്നു. ശബരിമലയിൽ യുവതികൾ കയറിയതിനെ തുടർന്ന് ശബരിമല കർമ്മസമിതി പ്രഖ്യാപിച്ച ഹർത്താലിൽ കേരളത്തിൽ പരക്കെ അക്രമമാണ് നടന്നത്. ഹർത്താൽ ദിനത്തിലെ അക്രമങ്ങളിൽ വൻ നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തത്. 1.4 കോടി രൂപയുടെ നാശനഷ്ടം കേരളത്തിലുണ്ടായെന്നാണ് പോലീസ് പറയുന്നത്. 223 അക്രമ സംഭവങ്ങളിലാണ് ഇത്രയധികം നാശനഷ്ടങ്ങൾ ഉണ്ടായതെന്ന് പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ വ്യക്തമാക്കി. കൊല്ലം റൂറൽ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായത്. 26 സംഭവങ്ങളിൽ ഏകദേശം 17,33,000 രൂപയുടെ നഷ്ടമുണ്ടായെന്ന് ലോക്നാഥ് ബെഹ്റ വ്യക്തമാക്കി. ശബരിമലയിൽ 2 യുവതികൾ ദർശനം നടത്തിയതിന് പിന്നാലെയാണ് വ്യാപക അക്രമങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അരങ്ങേറിയത്. അക്രമങ്ങൾ ഉണ്ടാകുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചിട്ടും പോലീസ് വേണ്ട മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടില്ലെന്നും ആരോപണങ്ങളുണ്ട്. സംസ്ഥാനത്തെ ഹർത്താലിൽ വിനോദസഞ്ചാര മേഖലയ്ക്കും കോടികളുടെ നഷ്ടമാണ് ഉണ്ടായത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.